നമസ്കാരം. 2024 ജനുവരി മാസം 22 ചിലപ്പോൾ ഇന്ത്യ എന്ന് പറയപ്പെടുന്ന മഹാരാജ്യത്തിലെ ഭൂരിപക്ഷം ജനങ്ങളും വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒരു ദിവസമാണ്. രാമക്ഷേത്രം പുരോഗമിക്കുന്നു. രാമക്ഷേത്രം ജനങ്ങൾക്കായി തുറന്നു കൊടുക്കുന്ന ഒരു ദിവസം. പക്ഷേ അതിന് എതിരെ സംസാരിക്കുന്ന ഒട്ടനവധി വാർത്തകൾ വരുന്നുണ്ട്. രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട ആ ചടങ്ങിൽ പങ്കെടുക്കുന്നതിലേക്കായിട്ട് കോൺഗ്രസിൻ്റെയും കമ്മ്യൂണിസ്റ്റിൻ്റെയും ഇതര രാഷ്ട്രീയ പാർട്ടികളെയെല്ലാം വിശ്വ ഹിന്ദു പരിഷത്ത് അടക്കമുള്ളവർ ക്ഷണിക്കുന്നുണ്ട്. പക്ഷേ ആ ക്ഷണം സ്വീകരിക്കണമോ, ആ ചടങ്ങിൽ പങ്കെടുക്കണമോ എന്നുള്ളത് ഇവിടുത്തെ രാഷ്ട്രീയക്കാരുടെ ചിന്തകൾക്ക് അപ്പുറമാണ്. അവർ അതിനെക്കുറിച്ച് ഇപ്പോൾ ആലോചന തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇത് പറയുമ്പോൾ ചില പൊരുത്തക്കേടുകൾ, ചില വിയോജിപ്പുകൾ ഉണ്ടാകുന്നുണ്ട്. അവ എന്താണെന്ന് നോക്കാം. ഈ നെഹ്റു അടച്ചിട്ട അയോധ്യയുടെ അധ്യായം ഒരിക്കൽ രാജീവ് ഗാന്ധി തുറന്നില്ല എങ്കിൽ ഇന്ന് ഈ പുതിയ രാമക്ഷേത്രവും പ്രതിഷ്ഠയും ഒന്നും വരില്ലായിരുന്നു, വലതും അങ്ങ് നടക്കുമായിരുന്നു എന്നുള്ളൊരു വിമർശനവുമായിട്ട് നമ്മുടെ മന്ത്രി MP രാജേഷ്, അതായത് അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുവാനുള്ള ക്ഷണം ശ്രീമതി സോണിയാഗാന്ധി വളരെ സന്തോഷത്തോടു കൂടി സ്വീകരിക്കുകയുണ്ടായി. ആ സ്വീകരിച്ചതിനെതിരെയാണ് ഇപ്പോൾ വിമർശനവുമായിട്ട് മന്ത്രി MP രാജേഷ് രംഗത്തെത്തിയിരിക്കുന്നത്. 1989 അയോധ്യയിൽ ആദ്യമായിട്ട് ശിലാന്യാസ്യം അനുവദിച്ച അന്നത്തെ പ്രധാനമന്ത്രിയും കോൺഗ്രസിൻ്റെ അധ്യക്ഷനുമായിട്ടുള്ള രാജീവ് ഗാന്ധിയുടെ പിൻഗാമി എന്ന് പറയപ്പെടുന്ന സോണിയാഗാന്ധിക്ക് അന്ന് ഈ പള്ളി പൊളിച്ച സ്ഥലത്ത് പൊളിച്ചവരുടെ ആഗ്രഹം സഫലമാകുന്ന ചടങ്ങിൽ സന്തോഷത്തോടെ പങ്കെടുക്കുവാൻ അർഹതയില്ലെങ്കിൽ പിന്നെ മറ്റാർക്കാണുള്ളത് എന്നുള്ളതാണ്. ഇതാണ് MP രാജേഷിൻ്റെ പരിഹാസ രൂപേണയുള്ള ചോദ്യം. അത് സോണിയാഗാന്ധിക്ക് എതിരായിട്ടാണ്. നെഹ്റു അടച്ചിട്ട അധ്യായം അന്ന്, അയോധ്യയുടെ അധ്യായം അന്ന് രാജീവ് ഗാന്ധി തുറന്നില്ലായിരുന്നുവെങ്കിൽ പുതിയ ക്ഷേത്രമോ അല്ലെങ്കിൽ പുതിയ പ്രതിഷ്ഠകളോ വലതും നടക്കുമായിരുന്നു എന്നുള്ളതാണ് MP രാജേഷിൻ്റെ ചോദ്യം. മന്ത്രി പങ്കുവച്ച ഫേസ്ബുക്ക് പോസ്റ്റിലാണ് ഇത് പറയപ്പെടുന്നത്. ആ ഫേസ്ബുക്ക് പോസ്റ്റ് പറയുന്നത് അതിങ്ങനെയാണ്: ചരിത്രത്തിലെക്കാലത്തും RSSുമായി കൊടുക്കൽ വാങ്ങലുകളിൽ ഏർപ്പെട്ട കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനമായിട്ടുള്ള നേതാവിന്, അതായത് അവരുടെ ക്ഷണം ഇപ്പോൾ മാത്രം എങ്ങനെ നിരാകരിക്കാൻ പറ്റുമെന്നുള്ളതാണ്. തൻ്റെ പ്രിയതമൻ ശിലാന്യാസത്തിന് തുറന്നുകൊടുത്ത തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിച്ച, അതായത് തൻ്റെ പാർട്ടി അധികാരത്തിലിരുന്ന കാലത്ത് പൊളിച്ചു പാകപ്പെടുത്തിയ അതേ സ്ഥലത്തെ പ്രതിഷ്ഠാ കർമ്മങ്ങൾ അല്ലെങ്കിൽ ആ പ്രതിഷ്ഠാ ചടങ്ങിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് സോണിയാഗാന്ധിക്ക് സായുജ്യമടയാം എന്നാണ് MP രാജേഷ് എന്ന് പറയപ്പെടുന്ന കേരളത്തിൻ്റെ മന്ത്രി വിമർശന രൂപേണ കുറിച്ചു വെക്കുന്നത്. ആ MP രാജേഷിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ പൂർണ്ണ രൂപമെന്ന് പറയപ്പെടുന്നത് അതിങ്ങനെയാണ്: ഇതിലെന്താണ് ഇത്ര വിവാദം? രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുവാനുള്ള ക്ഷണം ശ്രീമതി സോണിയാഗാന്ധി വളരെ സന്തോഷത്തോടെ കൂടി സ്വീകരിച്ചത് അതിനെ വളരെ സ്വാഭാവികമായിട്ടുള്ള പ്രക്രിയ എന്ന് തന്നെയല്ലേ പറയേണ്ടത്. അത്രമേൽ രാഷ്ട്രീയ നിരക്ഷരായവർ മാത്രമേ അതിൽ അത്ഭുതപ്പെടുകയുള്ളൂ. പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുവാൻ ഇപ്പോൾ സോണിയാഗാന്ധിക്കും ഒപ്പം തന്നെ കോൺഗ്രസിനും അർഹതയുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. BJPയോളം ഒരുപക്ഷെ അവരെക്കാൾ അല്പം അധികമായും 1989 അയോധ്യയിൽ ആദ്യമായിട്ട് ശിലാന്യാസ്യം അനുവദിച്ചത് അത് അന്നത്തെ പ്രധാനമന്ത്രിയും കോൺഗ്രസിൻ്റെ അധ്യക്ഷനുമൊക്കെ ആയിരുന്ന ശ്രീ രാജീവ് ഗാന്ധിയുടെ പിൻഗാമി, ആ രാജീവ് ഗാന്ധിയുടെ പിൻഗാമിയായിട്ടുള്ള സോണിയാഗാന്ധിക്ക് അന്ന് പള്ളി പൊളിച്ച സ്ഥലത്ത് പൊളിച്ചവരുടെ ആഗ്രഹം സഫലമാകുന്ന ചടങ്ങിൽ വളരെ സന്തോഷത്തോടു കൂടി പങ്കെടുക്കുവാൻ അർഹതയില്ലെങ്കിൽ പിന്നെ മറ്റാർക്കാണുള്ളത് എന്നാണ് രാജേഷ് ചോദിക്കുന്നത്. നെഹ്റു അടച്ചിട്ട അയോധ്യയുടെ അധ്യായമാണ് രാജീവ് ഗാന്ധി തുറന്നിരിക്കുന്നത്. അത് അന്ന് തുറന്നില്ലായിരുന്നുവെങ്കിൽ ഈ പുതിയ ക്ഷേത്രം പോലും ഇവിടെ ഉണ്ടാകില്ല, പുതിയ പ്രതിഷ്ഠ പോലും ഉണ്ടാകില്ല. ഇതൊക്കെ ഇവിടെ നടക്കുമായിരുന്നു. 1992 ഡിസംബർ 6 കേന്ദ്ര ഭരണാധികാരം കയ്യിലുണ്ടായിട്ടും UP സർക്കാരിനെ പിരിച്ചുവിടാൻ, അന്ന് ഭരണഘടനയുടെ അനുച്ഛേദം 356 ഭരണഘടനയിൽ ഉണ്ടായിട്ട് പോലും ബാബറി മസ്ജിദ് നിന്ന സ്ഥലം ക്ഷേത്ര നിർമ്മാണത്തിന് സംഘപരിവാർ ശക്തികൾ അവർ പാകപ്പെടുത്തിയെടുക്കുകയായിരുന്നു. ആ പാകപ്പെടുത്തും വരെ ഒരു സാഹസത്തിന് മുതിരാതെ വളരെ വലിയ സംയമനം പാലിച്ച കോൺഗ്രസിൻ്റെ പ്രധാനമന്ത്രി നരസിംഹറാവുവിൻ്റെ പിന്മുറക്കാരിയായ സോണിയാഗാന്ധി ഈ വരുന്ന ഈ പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കാതിരിക്കുന്നതിലല്ലേ അനൗചിത്യം എന്നാണ് MP രാജേഷ് ചോദിക്കുന്നത്. നരസിംഹറാവു അന്ന് അത് തടഞ്ഞിരുന്നുവെങ്കിൽ ഇന്ന് എന്ത് ക്ഷേത്രം, എവിടെ പ്രതിഷ്ഠ നടത്താൻ? ഒടുവിൽ അയോധ്യയിൽ ക്ഷേത്രത്തിന് ഈ തറക്കല്ലിട്ടപ്പോൾ അത്
ദേശീയ ഐക്യത്തിൻ്റെ മുഹൂർത്തമാണെന്നാണ് മൊഴിഞ്ഞത് ഈ പ്രിയങ്ക ഗാന്ധി. പ്രിയങ്ക ഗാന്ധിയുടെ അമ്മയ്ക്ക് പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുവാൻ അപ്പോൾ കഴിയില്ലേ? അങ്ങനെ പാടില്ല എന്നുണ്ടോ? തറക്കല്ലിടാൻ ഈ വെള്ളി ഇഷ്ടിക സമ്മാനിച്ച കമൽനാഥിൻ്റെയും ഒപ്പം തന്നെ ഹനുമാൻ ചാലിസയും ഭജനയുമായി പിന്തുണച്ചു വന്ന ദിഗ്വിജയ് സിംഗ് ഉണ്ടല്ലോ, കോൺഗ്രസിൻ്റെ നേതാവ്. ദിഗ്വിജയ് സിംഗിൻ്റെയും ഒക്കെ നേതാവായിട്ടുള്ള സോണിയാജിക്ക് പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുവാനുള്ള അവകാശവും അർഹതയുമുണ്ട്. ആ അർഹതയെ ചോദ്യം ചെയ്യാൻ ആർക്കാണ് അധികാരമെന്ന് കൂടി ചോദിക്കേണ്ടിയിരിക്കുന്നു. ചരിത്രത്തിൽ എക്കാലത്തും ആർ എസ് എസുമായി കൊടുക്കൽ വാങ്ങലുകളിൽ ഏർപ്പെട്ടിട്ടുള്ള കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവിന് ഇവരുടെയൊക്കെ ക്ഷണം ഇപ്പോൾ മാത്രം എങ്ങനെ നിരാകരിക്കാൻ കഴിയും? 1949 ഒക്ടോബർ 7 നെഹ്റു വിദേശത്ത് പോയ തക്കത്തിൽ ഈ പട്ടേലിൻ്റെ നേതൃത്വത്തിൽ ചേർന്ന ഒരു കോൺഗ്രസിൻ്റെ പ്രവർത്തക സമിതി യോഗമുണ്ടായിരുന്നു. ആ സമിതിയിൽ ആർ എസ് എസുകാരെ കോൺഗ്രസിൻ്റെ അംഗങ്ങളാവാൻ ക്ഷണിച്ചതല്ലേ? അന്ന് ക്ഷണിച്ചിരുന്നു. അങ്ങനെ അതും ഗാന്ധിവധത്തിൻ്റെ പേരിൽ ആർ എസ് എസ് നിരോധനം വരെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ആർ എസ് എസ് നിരോധനം നേരിട്ട് അധികം കഴിയും മുമ്പാണ്, അതായത് പിന്നീട് 1949 നവംബർ മാസം 7 തിരിച്ചെത്തിയിട്ടുള്ള നെഹ്റു ഈ കാര്യങ്ങളൊക്കെ റദ്ദാക്കുകയായിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മാത്രമല്ല കോൺഗ്രസ് സർക്കാർ ആർ എസ് എസിനെ ഈ ഗണവേഷത്തിൽ റിപ്പബ്ലിക് ദിന പരേഡിൽ ക്ഷണിച്ചതുപോലും അല്ലെങ്കിൽ ക്ഷണിച്ചതും പങ്കെടുപ്പിച്ചതുമൊക്കെ ചരിത്രമാണ് എന്നുള്ളതാണ്. ഗാന്ധിവധത്തിൻ്റെ കരിനിഴലിൽ കഴിഞ്ഞ ആർ എസ് എസിന് പക്ഷേ ആ ക്ഷണം വഴി കോൺഗ്രസ് സർക്കാർ നൽകിയ ഏറ്റവും വലിയ മാന്യതയുടെ മുഖം മൂടി എത്ര വലുതായിരുന്നു എന്നാണ് രാജേഷ് ചോദിക്കുന്നത്. ആർ എസ് എസിൻ്റെ അഭിനന്ദനങ്ങളും പിന്തുണയും ഇവയൊക്കെ നേടിയ സോണിയാഗാന്ധിയുടെ പൂർവ്വസൂരികൾക്ക് ധാരാളം കിട്ടിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അടിയന്തരാവസ്ഥയിൽ സോണിയാജിയുടെ ഭർത്തൃമാതാവായിട്ടുള്ള ഇന്ദിരാഗാന്ധിയെ ഈ ആർ എസ് എസ് മേധാവി ഒരു കത്തിലൂടെ അഭിനന്ദിച്ചതുപോലും അത് രാഷ്ട്ര നിർമ്മാണ പ്രവർത്തനങ്ങളുടെ പേരിലാണ് എന്നുകൂടി പറയേണ്ടതുണ്ട്. മാത്രമല്ല കുപ്രസിദ്ധമായിട്ടുള്ള 20 പരിപാടിക്ക് ഏകദേശം ലക്ഷക്കണക്കിന് സ്വയം സേവകരുടെ പിന്തുണയും ഒപ്പം സർസംഘ് ചാലക് ഇന്ദിരാജിക്ക് വാഗ്ദാനം ചെയ്തു. അടിയന്തരാവസ്ഥയിൽ തന്നെ സർസംഘ് ചാലക് വീണ്ടും ഒരു കത്തിലൂടെ പറയുന്നത് പിന്നെയും അവരെ അഭിനന്ദിച്ചുകൊണ്ടേയിരുന്നു എന്നാണ്. ചൈനയും പാകിസ്ഥാനുമായി ബന്ധം മെച്ചപ്പെടുത്തുവാൻ വേണ്ടി ഇന്ദിര മുൻകൈയെടുത്തതിന് അതിനു വേണ്ടിയിട്ടാണ് ഈ അഭിനന്ദനങ്ങൾ വന്നത്. മനുഷ്യൻ്റെ ചിന്തയ്ക്കും നാവിനും വിലങ്ങിട്ട അടിയന്തരാവസ്ഥയിൽ 1975 നവംബർ മാസം 11 വീണ്ടും ഈ അഭിനന്ദന കത്ത് വരുന്നു. ഇത്തവണ പക്ഷേ ഇന്ദിരയുടെ തിരഞ്ഞെടുപ്പ് സുപ്രീം കോടതി സാധുവായി പ്രഖ്യാപിച്ചതിൽ സന്തോഷ ചിത്തനായാണ് സർസംഘ് ചാലകിൻ്റെ കത്ത് വന്നത് എന്നുള്ളതാണ്. 1977 ആഗസ്റ്റ് 22 പിന്നെയും കത്ത് വന്നു. ഇപ്രാവശ്യം പക്ഷേ അഭിനന്ദനം ഇന്ദിരയുടെ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിനാണ്. ഒടുവിൽ 1980 തിരഞ്ഞെടുപ്പിൽ ഇന്ദിരയുടെ തിരിച്ചുവരവിന് RSS പിന്തുണയും ഈ ഊഷ്മള ബന്ധം മകൻ രാജീവും തുടർന്നുകൊണ്ടേയിരിക്കുന്നു എന്നാണ് രാജേഷിൻ്റെ വാദം. 1989 തിരഞ്ഞെടുപ്പിൽ ഗോവ ഗവർണറായിരുന്ന ഭാനുപ്രകാശ് സിംഗിനെ ഈ RSSന് അടുത്തേക്ക് ദൂതനായി രാജീവ് ഗാന്ധി അയച്ചു എന്നും പറയപ്പെടുന്നുണ്ട്. തുടർന്ന് ഈ രാജീവ് ഗാന്ധിയുടെ ആഭ്യന്തരമന്ത്രിയായിരുന്ന ബൂട്ടാ സിംഗും RSSൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്ന രാജേന്ദ്ര സിംഗും തമ്മിൽ ഒരു ധാരണ ഉറപ്പിക്കുകയായിരുന്നു. 1989 തെരഞ്ഞെടുപ്പ് പ്രചാരണം താൻ ശിലാന്യാസ്യം അനുവദിച്ച അയോധ്യയിൽ നിന്ന് തന്നെ തുടങ്ങണമെന്ന് രാജീവ് ഗാന്ധി ശഠിക്കുകയും ചെയ്തു. അങ്ങനെ തുടങ്ങുകയും ചെയ്തു. പക്ഷേ ബോഫോഴ്സ് അഴിമതി സൃഷ്ടിച്ച കുത്തൊഴുക്കിൽ ഇതൊന്നും ഫലം കണ്ടില്ല എന്നുള്ളതാണ്. തിരഞ്ഞെടുപ്പിൽ തോറ്റു. ചുരുക്കി പറഞ്ഞാൽ ഈ സോണിയാഗാന്ധിക്ക് പ്രതിഷ്ഠാ ചടങ്ങിലേക്ക് ഇപ്പോൾ ലഭിച്ച ക്ഷണമെന്ന് പറയപ്പെടുന്നത് ചരിത്രത്തിലെ ഊഷ്മളമായ അനേകം പരസ്പര വിനിമയങ്ങളുടെ ഒരു ബാക്കിപത്രമാണ്. അതറിയാത്ത രാഷ്ട്രീയ നിരക്ഷരർക്ക് വേണമെങ്കിൽ ചിലപ്പോൾ അത്ഭുതപ്പെടാം, ആശങ്കപ്പെടാം. പതിറ്റാണ്ടുകളുടെ സംഘപരിവാർ കോൺഗ്രസ് രക്തബന്ധത്തിൻ്റെ പിൻബലത്തിൽ സോണിയാജിക്ക് ക്ഷണം സന്തോഷത്തോടെ സ്വീകരിക്കുകയും ചെയ്യാം. തൻ്റെ പ്രിയതമൻ ശിലാന്യാസത്തിന് തുറന്നുകൊടുത്ത തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് അല്ലെങ്കിൽ ആ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിച്ച തൻ്റെ പാർട്ടി അധികാരത്തിലിരുന്ന കാലത്ത് പൊളിച്ചു പാകപ്പെടുത്തിയ അതേ സ്ഥലത്തെ പ്രതിഷ്ഠാ ചടങ്ങിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് സോണിയാഗാന്ധിക്ക് ആ ചടങ്ങിൽ പങ്കെടുത്ത് സായുജ്യമടയാം. അവർക്ക് ഇതിന് എല്ലാ അവകാശവും ഉണ്ടെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. പ്രധാനമന്ത്രിയായിരിക്കെ രാജീവ് ഗാന്ധിയും നരസിംഹറാവുവും അവർ തന്നെ നിലമൊരുക്കി കൊടുത്തെടുത്താണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കാർമ്മികത്വത്തിൽ
ഈ ലക്ഷ്യം സാക്ഷാത്കരിക്കപ്പെടുന്നത്. അങ്ങനെ ലക്ഷ്യം സാക്ഷാത്കരിക്കുന്ന സംയുക്ത സംരംഭത്തിൽ അവർക്കുള്ള അവകാശം അനിഷേധ്യമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. മസ്ജിദ് പൊളിച്ച നടപടി നിയമവിരുദ്ധവും അപലപനീയവുമായിട്ടുള്ളതാണ് എന്ന് സുപ്രീം കോടതി അടക്കമുള്ളവർ വിധിയിൽ പറഞ്ഞതും, ഒപ്പം തന്നെ മതചടങ്ങ് സർക്കാർ തലപ്പത്തിരിക്കുന്നവർ ഏറ്റെടുത്ത് ഔദ്യോഗികമായി നടത്തുന്നത് തന്നെ തെറ്റാണ് എന്ന് പറഞ്ഞ് രാജേന്ദ്ര പ്രസാദിനെ നെഹ്റു വിലക്കിയതും സൗകര്യപൂർവ്വം സോണിയാഗാന്ധിക്ക് വേണമെങ്കിൽ മറക്കേണ്ടി വരും. അത് പറയാതിരിക്കാനും കഴിയില്ല. അത്രയും മാത്രം ചെയ്താൽ മതി അവർക്ക് പങ്കെടുക്കാൻ കഴിയും. പക്ഷേ നമുക്ക് ചില ചോദ്യങ്ങൾ ബാക്കിയാകുന്നതെന്നൊന്നുമല്ല. ഇത്രയും കാര്യങ്ങൾ വളരെ വ്യക്തമായും ശക്തമായും ഒക്കെ രാജേഷ് പറയുമ്പോൾ രാജേഷ് ഒരു കാര്യം മനസ്സിലാക്കണ്ടേ? ഒരു സംസ്ഥാനത്തിൻ്റെ മന്ത്രി, ഒരു സംസ്ഥാനത്ത് ഇത്രയും നിയമ സംവിധാനങ്ങൾ നിലനിൽക്കുന്ന ഒരു നാട്ടിൽ നമ്മൾ ജീവിക്കുമ്പോൾ ജനാധിപത്യ സംവിധാനത്തിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു നേതാവ് പറയുകയാണ്, ഒരു മതത്തിൻ്റെ പേരിലോ ഒരു ക്ഷേത്രത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ ഒരു ജാതിയുടെ പേരിലോ വേർതിരിച്ച് നിർത്തേണ്ടതല്ലല്ലോ മനുഷ്യരെ. എന്തിനാണ് പിന്നെ ഇങ്ങനെ സോണിയാജി ആ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് എങ്കിൽ അതിനെത്ര നീരസം കൊള്ളേണ്ട ആവശ്യമുണ്ടോ എം പി രാജേഷിന്? താങ്കൾക്ക് വേണമെങ്കിൽ അതിൽ പങ്കെടുക്കാതിരിക്കാം, പക്ഷേ പങ്കെടുക്കുന്നവർ പങ്കെടുക്കട്ടെ. ഒരു രാജ്യത്ത്, ഇന്ത്യ എന്ന് പറയപ്പെടുന്ന മഹാരാജ്യത്ത് മതേതരത്വം വിളയാടുന്ന ഒരു നാട്ടിൽ ഒരു ക്ഷേത്രം നിർമ്മിച്ചതുകൊണ്ടോ ആ ക്ഷേത്രത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതുകൊണ്ടോ അവിടെ പ്രതിഷ്ഠാകർമ്മങ്ങൾ നടത്തുന്നതുകൊണ്ടോ അവിടെ ചടങ്ങുകൾ നടക്കുമ്പോൾ പങ്കെടുക്കുന്നതുകൊണ്ടോ ആർക്കും ഒരു ദോഷവും സംഭവിക്കാൻ പോകുന്നില്ല. ശ്രീ എം പി രാജേഷ്, താങ്കൾ അത് മനസ്സിലാക്കുക. താങ്കൾ തുറന്നു വെച്ചെഴുതിയ ഈ ഫേസ്ബുക്ക് പോസ്റ്റിനുള്ളിൽ താങ്കൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന താങ്കളുടെ കപട രാഷ്ട്രീയമുണ്ടല്ലോ, അതിവിടുത്തെ സാധാരണക്കാരൻ വരെ തിരിച്ചറിയുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ആർക്കെതിരെയാണോ ഈ ഒളിയമ്പുകൾ ചെയ്യുന്നത് അത് കോൺഗ്രസിനല്ല കൊള്ളുന്നത് എന്നുള്ളത് വളരെ കൃത്യമാണ്, വളരെ വ്യക്തവുമാണ്. നിങ്ങൾ വളരെ കൃത്യമായി BJPയെ തളയ്ക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്ന അവകാശവാദത്തിനുള്ളിൽ തന്നെ ആ മുന ഒടിയുകയാണ് എന്ന് പറയേണ്ടി വരും. BJPയുടെ മാത്രം സ്വന്തത്തിലുള്ള ഒരു ക്ഷേത്ര നിർമ്മാണമല്ല നടക്കുന്നത് എന്ന് പറയട്ടെ. ഹൈന്ദവന് കയറി ചെല്ലാൻ കഴിയുന്ന ഒരു അമ്പലം, അത് ഇങ്ങനെ രാമക്ഷേത്രം വളർന്നു വരുമ്പോൾ, അതിൻ്റെ സൃഷ്ടി പൂർണ്ണമാകുമ്പോൾ, അവിടേക്ക് ജനങ്ങൾക്ക് കടന്നു ചെല്ലാൻ കഴിയുമ്പോൾ കാലാകാലങ്ങളായി 1989 മുതൽ തന്നെ നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടി വരുമല്ലോ. ആ കാലത്തെക്കുറിച്ച് ഇത്രയും വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ ഭക്തർക്ക് അവിടെ കടന്നു കയറുവാനും പൂജ നടത്തുവാനും ആരാധന നടത്തുവാനും കഴിയുന്ന തരത്തിലേക്ക് ഒരു വലിയ ക്ഷേത്രം ഉണ്ടാകുന്നു, ഏകദേശം 76 ഏക്കർ. അങ്ങനെ ഉണ്ടാകുന്ന ഒരു ക്ഷേത്രത്തിലേക്ക്, അതിൻ്റെ ഉദ്ഘാടന ചടങ്ങുകളിലേക്ക് എത്തുമ്പോൾ പ്രധാനമന്ത്രി അടക്കം വരുന്നതിനെ ഇങ്ങനെ നിശിതമായി പരിഹസിക്കേണ്ട കാര്യമുണ്ടോ ശ്രീ എം പി രാജേഷ്? നിങ്ങളത് മനസ്സിലാക്കുക. ഇവിടെ നിങ്ങളുടെ ഒരു നേതാവുണ്ടല്ലോ, സീതാറാം യെച്ചൂരി എന്ന് പറയപ്പെടുന്ന നേതാവ്. ശ്രീ എം പി രാജേഷ് ഒരു കാര്യം മനസ്സിലാക്കുക. നിങ്ങൾക്കൊരു നേതാവുണ്ടല്ലോ സീതാറാം യെച്ചൂരി. ഈ സീതാറാം യെച്ചൂരിയുടെ സ്വന്തം പേരിനെയും വെറുക്കുന്നു എന്ന് വിശ്വഹിന്ദു പരിഷത്ത് ചോദിക്കുന്നുണ്ട്. അതായത് സീതാറാമിലെ രാമൻ BHPയുടെ വില്ല് കുലച്ചു നിൽക്കുന്ന യുദ്ധോത്സുകനായിട്ടുള്ള രാമനല്ല, ഗാന്ധിജിയുടെ രാമനും ആ രാമനായിരുന്നില്ല എന്ന് എഴുതി വെക്കുന്നു. അങ്ങനെ നിങ്ങൾ എഴുതി വെക്കുമ്പോഴും ചിന്തിക്കുമ്പോഴും ശ്രമിക്കേണ്ടത് രാമൻ ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളതാണ്. ഈ അയോധ്യയിൽ ജീവിച്ച രാമൻ, ആ രാമന് വേണ്ടി കെട്ടുന്ന ഈ ക്ഷേത്രത്തിലേക്ക് ഇന്ത്യയിലെ നാനാ തുറകളുള്ള ജനങ്ങൾ എത്തിച്ചേരുക എന്നുള്ളത് വളരെ ഹൈന്ദവർക്ക് മാത്രമുള്ളതല്ല എന്നുകൂടി പറയട്ടെ. ഒരു ഹിന്ദു സംസ്കാരത്തെ മാത്രമല്ല ഇങ്ങനെ ഉയർത്തിക്കാണിക്കാൻ ശ്രമിക്കുന്നതെന്ന് പറയട്ടെ. നമ്മുടെ ഒരു മതേതര രാജ്യത്തിലല്ലേ താമസിക്കുന്നത്? ക്ഷണം കിട്ടിയാൽ ചെല്ലാതിരിക്കുന്നത് വിവരക്കേടാണെന്ന് പറയേണ്ടി വരില്ലേ? അവിടെ ജാതിയും മതവും നോക്കേണ്ട ആവശ്യമുണ്ടോ? അത് കോൺഗ്രസ്സുകാരനാണെങ്കിലും കമ്മ്യൂണിസ്റ്റുകാരനാണെങ്കിലും ആർക്കാണെങ്കിലും ക്ഷണം ലഭിച്ചാൽ ആ ചടങ്ങിൽ പങ്കെടുക്കുക. നിങ്ങളുടെ വോട്ടൊന്നും കുറഞ്ഞു പോകില്ല. നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് മുസ്ലിങ്ങളുടെ വോട്ട് കൊണ്ട് മാത്രം അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങളുടെ വോട്ട് കൊണ്ട് മാത്രം ഇവിടെ നിങ്ങൾ സംപൂജ്യരാവുന്നില്ലല്ലോ. നിങ്ങളെ തിരഞ്ഞെടുക്കപ്പെടുന്നവരുണ്ട്, അവർക്ക് എല്ലാവർക്കും ഓരോ രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയത്തിനപ്പുറം ജനാധിപത്യ ബോധമുണ്ടാവുകയും മതേതരത്വ മനസ്സുണ്ടാവുകയും ചെയ്താൽ ഏവർക്കും രാമക്ഷേത്രത്തിലേക്ക് എത്താൻ കഴിയും. കോൺഗ്രസ്സുകാരൻ ഭയക്കണ്ട, ഈ കമ്മ്യൂണിസ്റ്റുകാരനും ഭയക്കണ്ട. പകരം നിങ്ങളാരും അവിടെ മറ്റൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളെ മര്യാദയുടെ ഭാഷയിൽ ആ ക്ഷേത്ര സംരക്ഷണ സമിതി നിങ്ങളെ ക്ഷണിക്കുകയാണ്. ആ ക്ഷണിക്കുന്നവർക്ക് വേണമെങ്കിൽ ആ ക്ഷണം സ്വീകരിച്ച് ജനാധിപത്യ മര്യാദയിലൂടെ അവിടെ ചെന്ന് ആ ചടങ്ങിൽ പങ്കെടുത്ത് ആ ചടങ്ങിൽ സായുജ്യമടയാം. പക്ഷേ അല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ വെറുക്കപ്പെട്ടവനെ പോലെ മാറി നിന്നുകൊണ്ട് ജനാധിപത്യ വ്യവസ്ഥിതിയെ തള്ളിപ്പറഞ്ഞുകൊണ്ട് മതേതരത്വ സ്വഭാവത്തെ ഇങ്ങനെ കീറി മുറിച്ചുകൊണ്ട് നിങ്ങളെപ്പോലുള്ള വമ്പന്മാർക്ക് ഈ വങ്കത്വ സ്വഭാവം കാണിക്കാം.
ഇത് മാത്രമാണ് എം പി രാജേഷ് നിങ്ങളുടെ മുമ്പിലുള്ളത്. അതുകൊണ്ട് നിങ്ങൾ ഈ ഹൈന്ദവനെ തൊട്ട് കളിക്കണ്ട, ഹിന്ദുവിനെയും തൊട്ട് കളിക്കണ്ട. ഇവിടെ ഇത് മതേതര രാജ്യമാണ്. ഈ മതേതര രാജ്യത്തിൽ ഒരു ക്ഷേത്രമോ ഒരു പള്ളിയോ ഒരു മോസ്കോ ഉണ്ടാകുന്നതിൽ ഒരു തെറ്റുമില്ല. ഉണ്ടാകട്ടെ. കോടതി വിധികളിലൂടെ തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന ഈ സംവിധാനങ്ങളെ നിങ്ങൾക്ക് അവരോടൊപ്പം ചേർന്ന് പോകാൻ കഴിയുന്നില്ലെങ്കിൽ പരിഹസിക്കരുത്, ഇങ്ങനെ പുച്ഛിക്കരുത്.